Okay, so objective of this chapter, different software estimation techniques and the type of metrics that is used for software estimation and the different models used for software estimation and the automated tools for software estimation. Okay, so we need to measure. നമുക്ക് മെഷർ ചെയ്യണം എന്താ ഈ സോഫ്റ്റ്വെയർ, അതായത് ഒരു പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വി നീഡ് എ സെറ്റ് ഓഫ് ടെക്നിക്സ്. അതായത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം അല്ലെന്നുണ്ടെങ്കിൽ എഫേർട്ട്, സൈസ് ഓഫ് ദ പ്രൊജക്ട്, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് പറയുന്നതാണ് ലൈൻസ് ഓഫ് കോഡും പിന്നെ പ്രോഡക്റ്റ് മെട്രിക്സും പ്രോസസ് മെട്രിക്സും പ്രൊജക്ട് മെട്രിക്സും പ്രോസസ് മെട്രിക്സും പ്രോഡക്റ്റ് മെട്രിക്സും. ഓക്കെ, പ്രൊഡക്റ്റ് മെട്രിക്സും പ്രോസസ് മെട്രിക്സും. അപ്പൊ നമുക്ക് മെട്രിക് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യണം. സോ മെഷർ ചെയ്തെങ്കിലേ ഇതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആകത്തുള്ളൂ. സോ മെട്രിക് ഡീൽസ് വിത്ത് ദ മെഷർമെന്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രോസസ് ആൻഡ് ദ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. സോ ഇവിടെ പറയുന്നത് നമുക്ക് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വി ക്യാൻ ഡു ദ പ്രൊജക്ട് എസ്റ്റിമേഷൻ എന്നാണ് പറയുന്നത്. ഒരു കാര്യം പറയുന്നത്. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ലൈൻസ് ഓഫ് കോഡ്, ദെൻ ദ പേജസ് ഓഫ് ദ ഡോക്യുമെന്റേഷൻ, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഡോക്യുമെന്റേഷന്റെ പേജസ്. ഇപ്പം നമ്മൾ SRS ഡോക്യുമെന്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഡോക്യുമെന്റേഷൻ പേജസ്, നമ്പർ ഓഫ് മാൻ മന്ത്സ്, എത്ര നാൾ ഒരാള് ഈ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്തു, നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് യൂസ്ഡ്. ടെസ്റ്റ് കേസസ് എന്താന്ന് ചോദിച്ചാൽ സാമ്പിൾ കേസസ് ആണ്. നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് ഒരു സാമ്പിൾ കൊടുക്കുന്നു, ആ സാമ്പിള് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു നോക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ആർ യൂസ്ഡ്. സോ ആ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ടെസ്റ്റ് കേസസിനകത്ത് എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇപ്പൊ നമ്പർ ഓഫ് ഇൻപുട്ട് ഫോംസ്, ഇതൊക്കെ കുറച്ച് മെഷേഴ്സ് ആണ് ഫോർ എന്താണ് ഫോർ ദ പ്രൊജക്ട് എസ്റ്റിമേഷൻ ഫാക്ടേഴ്സ് അതാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ മെയിൻ ആയിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ് മെട്രിക്സും പ്രോസസ് മെട്രിക്സും. അപ്പൊ ഈ ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ടൊന്നും ബേസിക്കലി മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു പ്രൊജക്ട് എസ്റ്റിമേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിഫറെന്റ് അനുസരിച്ച് ലൈൻസ് ഓഫ് കോഡ് വേരി ചെയ്യും. ഇപ്പൊ നമുക്ക് സി പ്രോഗ്രാമിൽ 10 ലൈനിൽ എഴുതുന്ന സംഭവം നമുക്ക് പൈത്തണിനകത്ത് 2 ലൈനിൽ എഴുതിയാൽ മതിയാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൈൻസ് ഓഫ് കോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു പ്രൊജക്റ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ മെട്രിക്സ്, മെഷറിംഗ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. സോ നമ്മൾ പറയുന്ന നമ്മുടെ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് എസ്റ്റിമേഷൻ ആണ്, ഹൗ ടു എസ്റ്റിമേറ്റ് അവർ പ്രോജക്റ്റ്. ഓക്കെ, അപ്പം പ്രോഡക്റ്റ് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ it is a measure of a software product during the process of development, which can be in terms of lines of code. അതായത് കോഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് മെട്രിക്സ് പറയുന്നത്, അല്ലെ ഡോക്യുമെന്റേഷൻ. പ്രോസസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ടൈം, എഫേർട്ട്, അത് എടുക്കാനുണ്ടായ അല്ലെ ആ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ എഫേർട്ട്, ഇതിനെ ബേസ് ചെയ്ത് ഇതാണ് പ്രോസസ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ലൈൻസ് ഓഫ് കോഡ് വരുന്നത് എന്താണ്, പ്രോഡക്റ്റ് മെട്രിക്സ് ആണ്. പ്രോസസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ടൈം, എഫേർട്ട്, ഇതൊക്കെ വരും. സോ ഇതിനെ വേറെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പ്രിമിറ്റീവ് മെട്രിക്സ് എന്നും ഡിറൈവ്ഡ് മെട്രിക്സ് എന്നും. പ്രിമിറ്റീവ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻസ് ഓഫ് കോഡ് ആണ്. ഡിറൈവ്ഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത് എടുക്കുന്ന സമയം, അതായത് ഈ പ്രിമിറ്റീവ് മെട്രിക്സിൽ ഉള്ള സംഭവങ്ങൾ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് എന്ത്, എടുക്കുന്ന ടൈം, എഫേർട്ട്, ഇതൊക്കെയാണ് എന്ത്, ഡിറൈവ്ഡ്. അതായത് നമ്മുടെ പ്രോസസ് മെട്രിക്സ് തന്നെ. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഇത് കണ്ട ഇവിടെ ലൈൻസ് ഓഫ് കോഡ് ഇവിടെ ഒരു ടേബിൾ ആക്കി ഇവർ എഴുതിയിരിക്കുന്നതാണ്. മൊഡ്യൂൾ 1 നമ്മൾ പറഞ്ഞ മോഡുലാർ പ്രോഗ്രാമിംഗ് ആയി യൂസ് ചെയ്ത മൊഡ്യൂൾ 1 ചെയ്യാനായിട്ട് 3 months എടുത്തു. ഒരാൾക്ക് 3 months എടുത്തു. 24,000 ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്. മൊഡ്യൂൾ 2 ചെയ്യാനായിട്ടുള്ള എഫേർട്ട് 4 ആണ്, 25,000. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് LOC ഡിവൈഡഡ് ബൈ മാൻ മന്ത്. ഇപ്പൊ LOC ഡിവൈഡ് ബൈ മാൻ മന്ത് ചെയ്യും. സോ അതിൽ നിന്ന് നമുക്ക് ക്വാളിറ്റി കണ്ടുപിടിക്കും, നമ്പർ ഓഫ് ഡിഫക്ട്സ് ഡിവൈഡഡ് ബൈ LOC. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ 2 ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി ഓഫ് എ പേഴ്സണും ക്വാളിറ്റിയും കണ്ടുപിടിക്കും. അപ്പൊ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം ചെയ്യുമ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പം LOC ഡിവൈഡഡ് ബൈ 3, LOC ഡിവൈഡ് ബൈ 4. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് മൊഡ്യൂൾ 1ന് ഈസ്
മൊഡ്യൂൾ 1 ടേക്സ് മോർ ദാൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഡെവലപ്പർ എൻഗേജ്ഡ് ഇൻ മൊഡ്യൂൾ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം പക്ഷേ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അപ്പം ഇതിപ്പോ വേറൊരു സംഭവം എക്സാമ്പിൾ ആയിട്ട് ഇത് വേറൊരു സംഭവം, അതായത് ഇവർ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശരിക്കും ഓരോന്നിന്റെയും ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ, എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ ഇക്വേഷൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ലൈൻസ് ഓഫ് കോഡ് നമുക്കൊരു കറക്റ്റ് എസ്റ്റിമേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ എന്താണ് കറക്റ്റ് എസ്റ്റിമേഷൻ തരുന്നതെന്ന് വെച്ചാൽ, ടു കവർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് വി ഹാവ് ഫംഗ്ഷൻ പോയിന്റ്സ്. ഫംഗ്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഫംഗ്ഷൻ ഇറ്റ് മെഷേഴ്സ് ഫംഗ്ഷനാലിറ്റി ഓഫ് ദ പ്രോഗ്രാം. ഇറ്റ് വാസ് വൺ ഓഫ് ദി ഇനിഷ്യേറ്റീവ് ടേക്കൺ ടു ഓവർകം ദ പ്രോബ്ലംസ്. അപ്പം ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ് എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ ഇൻപുട്ട്, എക്സ്റ്റേണൽ ഔട്ട്പുട്ട്, എക്സ്റ്റേണൽ യൂസർ ഇൻക്വയറീസ്, ഇന്റേണൽ ലോജിക്കൽ ഫയൽസ്. ഓക്കെ, ഇപ്പൊ എക്സ്റ്റേണൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ഡേറ്റ മേ ബി യൂസ് ടു അപ്ഡേറ്റ് വൺ ഓർ മോർ ലോജിക്കൽ ഫയൽസ്. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തു നിന്നുള്ള ഇൻപുട്സ് എടുക്കുന്നുണ്ട്, പുറത്തു നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റം നമ്മളിത് കൊടുക്കുന്ന എന്തൊക്കെയാണ്, ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്റ്റേണൽ ഔട്ട്പുട്ടിൽ വരും. ഇനി എക്സ്റ്റേണൽ യൂസർ ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ the count of the process in which both input and output results in the data retrieval from the system. ഓക്കെ, പിന്നെ ഇന്റേണൽ ലോജിക്കൽ ഫയൽസ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഇന്റർഫേസ് ഫയൽസ് ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ ഓരോ ഇപ്പൊ നമ്മളിപ്പം പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഡേറ്റ എലമെന്റ്സ്, ഇപ്പം ഇവരൊരു റേഞ്ച് പറയാ. The number of function points of a system will remain the same irrespective of the language and technology used. അതായത് ലാംഗ്വേജോ ടെക്നോളജിയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് LOC മാറുന്നത് പോലെ ഇവിടെ ഫംഗ്ഷൻ പോയിന്റ്സ് മാറത്തില്ല. അതുകൊണ്ടാണ് ഫംഗ്ഷൻ പോയിന്റ്സ് പ്രൊജക്ട് എസ്റ്റിമേഷൻ കുറച്ചുകൂടെ കറക്റ്റ് ആണെന്ന് പറയാനുള്ള കാരണം. സോ ബേസ്ഡ് അപ്പോൺ ഇപ്പൊ ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ് ചെയ്യുന്നതിന് കുറച്ച് ഫാക്ടേഴ്സ് കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു. എക്സ്റ്റേണൽ ഇൻപുട്ട്, ഔട്ട്പുട്ട്, യൂസർ ഇൻക്വയറി, ലോജിക്കൽ ഫയൽസ്, ഇന്റർഫേസ് ഫയൽസ്. ഈ ഇത്രയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ കോംപ്ലക്സിറ്റി വിൽ ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് ഡേറ്റ എലമെന്റ്സ് ഇൻ ദ പ്രോജക്ട്. ഇപ്പൊ നമ്പർ ഓഫ് ഡേറ്റ എലമെന്റ്സ്, ഇപ്പൊ ഇവര് ചുമ്മാ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്ന ഇപ്പൊ ഇവര് പറയുന്നത് 1 to 5 ആണെന്നുണ്ടെങ്കിൽ 0 to 2 നമ്പർ ഓഫ് ഫയൽ റെഫറൻസസ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്, നമ്പർ ഓഫ് ഫയൽ റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട് ഇവര് ഒരു എക്സ്റ്റേണൽ ഇൻക്വയറി, യൂസർ ഇൻക്വയറി, നമ്പർ ഓഫ് റെഫറൻസസ്. ഓക്കെ, അത് വെച്ചിട്ട് ഇവര് 0 to 2, 3 to 4, 5 to 5 ആൻഡ് എബോവ് ഇങ്ങനെ വെച്ചിട്ട് ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പം എന്നാ പറയുന്ന ഒരു ക്വാളിറ്റി ഓഫ് ദി ടീച്ചർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് എഴുതി കൊടുക്കുമ്പോൾ സാറ്റിസ്ഫാക്ടറി, ഗുഡ്, അങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ, അതേപോലെ ഓരോ ഇതിന്റെയും സ്റ്റാൻഡേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കേ, ഓൾസോ എക്സ്റ്റേണൽ ഇൻക്വയറി, എക്സ്റ്റേണൽ ഇൻപുട്ട്, എക്സ്റ്റേണൽ ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദ കോംപ്ലക്സിറ്റി ക്യാൻ ബി നമ്മൾ ഇതിന് ന്യൂമറിക്കൽസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ എക്സ്റ്റേണൽ ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ എക്സ്റ്റേണൽ ഔട്ട്പുട്ട് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, എക്സ്റ്റേണൽ ഇൻപുട്ട് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റേണൽ ഇൻക്വയറി എന്താണ്, ഇന്റേണൽ ലോജിക്കൽ ഫയൽസ് എന്താണ്, എക്സ്റ്റേണൽ ഇന്റർഫേസ് ഫയൽ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ഇൻപുട്ടിന് ലോയ്ക്ക് 4 ആണ് ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തേക്കുന്നത്, മീഡിയം 6, ഹൈക്ക് ആണെങ്കിൽ 8 വരും. അപ്പം ഈ നമ്പർ ഓഫ് ഇത് എക്സ്റ്റേണൽ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ലോയുടെ അവിടെ എല്ലാം 4 വെച്ച് റീപ്ലേസ് ചെയ്യും. ഓക്കെ, മീഡിയത്തിന്റെ അവിടെ എല്ലാം 6 എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഓരോന്നിന് ഇപ്പൊ കമ്പോണന്റ് ടൈപ്പ് എക്സ്റ്റേണൽ ഔട്ട്പുട്ടിന്റെ ലോ, മീഡിയം, ഹൈ വാല്യൂ, എക്സ്റ്റേണൽ ഇൻപുട്ടിന്റെ ലോ, മീഡിയം, ഹൈ വാല്യൂ, ഇൻക്വയറി ലോ, മീഡിയം, ഹൈ വാല്യൂ, എക്സ്റ്റേണൽ, ഈ 5 ഫാക്ടേഴ്സും, അതായത് ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസിനുള്ള 5 ഫാക്ടേഴ്സിനും ലോ, മീഡിയം, ഹൈ റേഞ്ചില് ന്യൂമറിക്കൽ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേരിയസ് ഓർഗനൈസേഷൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ഇത് വേരി ചെയ്യും. ഓക്കെ, അവർ കൊടുക്കുന്ന വാല്യൂ അതിനനുസരിച്ചായിരിക്കും മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് മൊത്തം കണ്ടുപിടിക്കും. നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഔട്ട്പുട്ട്, ഇപ്പൊ എക്സ്റ്റേണൽ ഔട്ട്പുട്ട് 4 വരുന്നത് x4 = എത്ര വരും, x6 = മീഡിയം എത്ര വരും, ഹൈ എത്ര വരും, ഇങ്ങനെ കണ്ടുപിടിക്കും.
ഇപ്പൊ നമ്പർ ഓഫ് എക്സ്റ്റേണൽ ഔട്ട്പുട്ടിന്റെ ഒരു ടോട്ടൽ ഇവിടെ വരും, എക്സ്റ്റേണൽ ഇൻപുട്ടിന്റെ ഒരു ടോട്ടൽ ഇവിടെ വരും, എക്സ്റ്റേണൽ ഇൻക്വയറിയുടെ ടോട്ടൽ, ഇതെല്ലാം കൂടെ എടുത്തിട്ട് ടോട്ടൽ ഓഫ് ഫംഗ്ഷൻ പോയിന്റ് കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് ഫംഗ്ഷൻ പോയിന്റ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ ഓഫ് ഫംഗ്ഷൻ പോയിന്റ് ഈസ് കാൽക്കുലേറ്റഡ്. എന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്യും പ്രൊഡക്ടിവിറ്റി ഓഫ് ദ പേഴ്സൺ, ടോട്ടൽ ഓഫ് ഫംഗ്ഷൻ പോയിന്റ് ഡിവൈഡഡ് ബൈ മാൻ മന്ത് തരും. ക്വാളിറ്റി അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ഫംഗ്ഷൻ പോയിന്റ്. ഇതിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രൊജക്ട് എസ്റ്റിമേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ estimation of the project depends upon two main factors. ഒന്ന് ലൈൻസ് ഓഫ് കോഡ്, ഒന്ന് ഫംഗ്ഷൻ പോയിന്റ്സ്. ലൈൻസ് ഓഫ് കോഡിന്റെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലായി. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫംഗ്ഷൻ പോയിന്റ്സ് യൂസ് ചെയ്യും. അപ്പൊ ഫംഗ്ഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത് അനാലിസിസ് ചെയ്യുന്നത് 5 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡന്റ് ആണ്. ഈ 5 ഫാക്ടേഴ്സിനും ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ നമ്മൾ കോംപ്ലക്സിറ്റി അസസ് ചെയ്യുക. ഈ 5 ഫാക്ടേഴ്സിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കുക. അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അസസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, അപ്പൊ ഇതാണ് ഒരു സംഭവം. അപ്പൊ അത് ജനറലൈസ് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഫംഗ്ഷൻ പോയിന്റ്സിന്റെ ബെനിഫിറ്റ്സ് എന്താന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റിമേറ്റ് ദ സൈസ് ഓഫ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ കറക്റ്റ്ലി ഇറസ്പെക്ടീവ് ഓഫ് ദ ടെക്നോളജി, ലാംഗ്വേജ് ആൻഡ് ദ ഡെവലപ്മെന്റ് മെത്തഡോളജി. അപ്പൊ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലെ സൈസ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യൂസർ അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഓൺ വിച്ച് the size of software is calculated, as these are derived directly from the user required functionalities. It is used to track and monitor the project. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ, ബെനിഫിറ്റ്സ് ഒക്കെ ഫംഗ്ഷൻ പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ ക്വാളിറ്റി മെട്രിക്സ്. അപ്പൊ ഡിഫക്ട് മെട്രിക്സും റിലയബിലിറ്റി മെട്രിക്സും ഉണ്ട്. ഡിഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മെഷേഴ്സ് ദ നമ്പർ ഓഫ് ഡിഫക്ട്സ് ഇൻ ദ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെഷേഴ്സ് ദ മീൻ ടൈം ടു ഫെയിലിയർ. ഇത്ര സമയത്തിനുള്ളിൽ എത്ര സമയം ഫെയിലായി, ഓക്കെ, എത്ര പ്രാവശ്യം, ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഇൻ എ പർട്ടിക്കുലർ ടൈം പീരീഡ്. അതാണ് റിലയബിലിറ്റി മെട്രിക്സ്. അപ്പൊ ഡിഫക്ട് മെട്രിക്സും റിലയബിലിറ്റി മെട്രിക്സും നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. സോഫ്റ്റ്വെയർ പ്രോജക്ട് എസ്റ്റിമേഷന്റെ മെഷേഴ്സ് അല്ലെങ്കിൽ മെട്രിക്സ് ആണ് ഈ ലൈൻ ഓഫ് കോഡും അല്ലെങ്കിൽ ഈ പറയുന്ന ഫംഗ്ഷൻ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ പ്രോജക്ട് എസ്റ്റിമേഷൻ സോഫ്റ്റ്വെയർ ഇതായിട്ട് പറയാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വേരിയസ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് എ പ്രോജക്ട്. ഓക്കെ, അപ്പം software project mainly encompasses the following: estimating the size. ഇത് ലൈൻസ് ഓഫ് എടുത്ത് റിപ്പീറ്റേഷൻ ആണ്. മുമ്പേ നമ്മൾ പറഞ്ഞ ആ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, നമ്മൾ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ പ്ലാനിങ് ടൈമിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ, പ്ലാനിങ് ഫോർ ദ മാൻ പവർ പ്രോജക്റ്റ്. അപ്പൊ നമുക്ക് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡ്യൂറിങ് ദ ഏർലി സ്റ്റേജ് ഓഫ് ദ പ്രോജക്ട് ഡെവലപ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ടിന്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വെദർ ഐ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ പ്രോജക്ട് ഓർ ഐ നീഡ് ടു ഡ്രോപ്പ് ദ ലോജിക്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചുകൂടെ ആപ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ മോണിറ്റർ ചെയ്യാം. ഇപ്പൊ കൺട്രോളിങ് സൈസ് മെട്രിക്സ് ആൻഡ് ഷെഡ്യൂൾ മെട്രിക്സ് ഹെൽപ്പ് ദ മാനേജർ ടു കീപ് കൺട്രോൾ ഓഫ് ദ പ്രോജക്ട് ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം തന്നെ നമുക്കിത് കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോജക്ട് എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ it depends upon the following factors: user requirements, time constraints or any other constraints, then organizational policies and standards. ഇതെല്ലാം വെച്ചിട്ട് ആണ് സോഫ്റ്റ്വെയർ പ്രോജക്ട് എസ്റ്റിമേഷൻ. സോ വി നോ ബൈ വൺസ് ഈ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? വി നീഡ് ടു ഷെഡ്യൂൾ അവർ പ്രൊജക്ട് ആൻഡ് എഫേർട്ട് ആൻഡ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ എസ്റ്റിമേറ്റിംഗ് ദ സൈസ്. അപ്പോ customer requirements and customer requirements and system specification forms a baseline for estimating the size of the software. Okay, so at the later stage of the project we can provide additional details for estimating the overall size. Okay,
The way to estimate project size can be through the past data from earlier project. This is estimation by analogy, and the other ways is through the product feature or functionality. The system is divided into several subsystems depending on the functionality and size of. Okay, അപ്പം എസ്റ്റിമേറ്റിംഗ് ദ സൈസ് ഇപ്പൊ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ പാസ്റ്റ് പ്രോജക്ട്സിന്റെ ടെക്നോളജി ഏതാ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെ ഏത് പ്രോജക്ട് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പാസ്റ്റ് പ്രോജക്ട്സിന്റെ ഇതെടുത്ത് നോക്കുമ്പോൾ തന്നെ, നമുക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്ത് ഇതിന് ഏകദേശം ഇത്ര ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് എന്നാ പറയുന്നത് ഇത്രേ സൈസ് ആകും എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് ഫങ്ഷനാലിറ്റി ആണ്. സോ പ്രൊഡക്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ എന്നാ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിനെ മോഡുലാർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യണമെങ്കിൽ, സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫങ്ഷനാലിറ്റി ആൻഡ് സൈസ് ഓഫ് ഈച്ച് സബ് പ്രോഗ്രാം, സബ് മോഡ്യൂൾസ്, നമുക്ക് എന്ത് ചെയ്യാം, the project size can be estimated. Okay, ഇനി എസ്റ്റിമേറ്റിംഗ് എഫേർട്ട് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാൻ മന്ത്. ഓക്കെ, ഒരു പ്രോജക്റ്റ് അല്ലെ ഓരോ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന മാൻ മന്ത് ഡ്യൂറേഷൻ. ഓക്കെ, അതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഏത് ലൈഫ് സൈക്കിൾ ആണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് ഏത് അൽഗോരിതമിക് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനിൽ ഏത് സ്റ്റാൻഡേർഡ് ആണ് ഫോളോ ചെയ്യുന്നത്, അതൊക്കെ അനുസരിച്ച് ഇത് വേരി ചെയ്യും. ഓക്കെ, then estimating schedule. Okay, schedule for the project depend upon the human resources involved in the process. ഓക്കെ, ഇപ്പൊ ഷെഡ്യൂള് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ കമ്പനിയിൽ ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ചെയ്യാനുള്ള എക്സ്പേർട്സ് 3-4 പേരെ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഈ പ്രൊജക്ട് എന്ത് ചെയ്യാൻ പറ്റൂ, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എസ്റ്റിമേറ്റിംഗ് ദ എഫേർട്ട്, എസ്റ്റിമേറ്റിംഗ് ദ സൈസ്, എസ്റ്റിമേറ്റിംഗ് ദ ഷെഡ്യൂൾ, എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ്, പിന്നെ ഉള്ളത് എസ്റ്റിമേറ്റിംഗ് ദ കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്വെയർ എന്താ ഫ്രം ദ എസ്റ്റിമേറ്റ്സ് ഓഫ് the cost of the product is derived not only from the estimates of the effort and size, but from other parameters like hardware, travel expense, telecommunication, training cost. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ആ പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്സിനെ വിളിക്കണം, ടീമിന് ട്രെയിനിങ് കൊടുക്കണം, അപ്പൊ അതെല്ലാം അതിനെ ബാധിക്കും. സോ കോസ്റ്റ് എസ്റ്റിമേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം വരും: എഫേർട്ട്, ഹാർഡ്വെയർ കോസ്റ്റ്, ട്രാവൽ എക്സ്പെൻസസ്, ട്രെയിനിങ് കോസ്റ്റ്, കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ആൻഡ് അതർ കോസ്റ്റ് ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പ്രോജക്ട് എസ്റ്റിമേഷൻ ഫാക്ടേഴ്സ്, ഇതെല്ലാം ചേർന്നാണ്. യൂസർ റിക്വയർമെന്റിന് സാറ്റിസ്ഫൈ ചെയ്യണം. ദെൻ ഡേറ്റ ഫ്രം ദ പാസ്റ്റ് പ്രൊജക്ട്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ size and of effort needed for the upcoming project. Then അതിനനുസരിച്ചിട്ട് റിസോഴ്സസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ we can estimate the schedule of the project, and ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. Okay, so moral of the story, the accuracy of the project estimation will depend on the historical data, input of various estimates, then maturity of the organization, software development life cycle. നമ്മൾ സ്പൈറൽ മോഡൽ ആണോ യൂസ് ചെയ്യുന്നത്, അതോ പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ആണോ യൂസ് ചെയ്യുന്നത്, എവല്യൂഷൻ മോഡൽ ആണോ യൂസ് ചെയ്യുന്നത്, ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, സോ ഓരോ ഓർഗനൈസേഷൻ ഏത് കേപ്പബിലിറ്റി മച്യൂരിറ്റി ലെവൽ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്. സോ ഇഫ് യു എലോങ്കേറ്റ് ദ പ്രോജക്ട് വി ക്യാൻ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ്. പക്ഷെ ഒരു നമ്മളൊരു പ്രോജക്റ്റ് നീട്ടി കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ മാനേജ് കോസ്റ്റ് എന്ന് പറയുന്ന വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് കൂടും. ഒത്തിരി നാളിത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കോസ്റ്റ് പോകും. പക്ഷെ നമ്മൾ കസ്റ്റമറിന് എപ്പോഴും ഒരു ഉറപ്പ് കൊടുക്കണം, ഇത്ര ടൈമിനുള്ളിൽ ദ പ്രൊജക്ട് വിൽ ബി റെഡി എന്ന് നമ്മൾ പറയണം. സോ അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ഡിസൈൻ ടീം ഉണ്ട്, പിന്നെ ടെസ്റ്റിംഗ് ടീം ഉണ്ട്. സോ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഈ പറയുന്ന ടീമുകളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ആ മാൻ മന്ത് വെച്ചിട്ട് ഓരോ പ്രൊജക്ടിന്റെയും ക്വാളിറ്റി അല്ലെങ്കിൽ സൈസ് അല്ലെന്നുണ്ടെങ്കിൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് ടേബിൾ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രൊജക്ടിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
ദെൻ മോഡൽസ് ഓഫ് എസ്റ്റിമേഷൻ. അപ്പൊ നമ്മൾ പ്രൊജക്ട് എസ്റ്റിമേഷനെ പറ്റിയും അതിന്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെ മെട്രിക് ഉള്ളത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന മോഡൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എസ്റ്റിമേഷൻ ബേസ്ഡ് ഓൺ മോഡൽസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ക്രൂഷ്യൽ പാരാമീറ്റേഴ്സ് ദാറ്റ് ഡ്രൈവ് ദ പ്രൊജക്ട് എസ്റ്റിമേറ്റ്. അപ്പൊ നമ്മൾ ഇ ഈക്വൽ ടു എഫ് ഓഫ് വി. ഇ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ്, അതായത് നമ്മൾ പറഞ്ഞ എഫേർട്ട്, ഷെഡ്യൂള്, സൈസ്, കോസ്റ്റ്, ഇതൊക്കെയാണ് ഇ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് ഏത് പാരാമീറ്റർ യൂസ് ചെയ്യുക, LOC ആണോ ഫംഗ്ഷൻ പോയിന്റ് ആണോ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി എസ്റ്റിമേഷൻ നമ്മൾ ഏത് മോഡലാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കൊക്കോമോ മോഡലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൊക്കോമോ മോഡൽ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ എന്നാണ്. അപ്പൊ ഇത് ബേസിക് കൊക്കോമോ ഉണ്ട്, ഇന്റർമീഡിയറ്റ് കൊക്കോമോ ഉണ്ട്, ഡീറ്റെയിൽഡ് കൊക്കോമോ ഉണ്ട്. Okay, so it is actually the most thoroughly documented of all software cost estimation model. So basic COCOMO എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ basic COCOMO എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, it is a simple and widely used software cost estimation model. It estimates the effort and development time. കണ്ട് ഈ ബോൾഡിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ എഴുതേണ്ടുന്നത് ഇറ്റ് എസ്റ്റിമേറ്റ്സ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് എഫേർട്ട്, സൈസ്, കോസ്റ്റ് ഇതൊക്കെയാ. സോ ബേസിക് കൊക്കോമോ മോഡൽ എസ്റ്റിമേറ്റ് ദ എഫേർട്ട് ആൻഡ് ഡെവലപ്മെന്റ് ടൈം. എഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും മന്ത് ആയിരിക്കും. ഡെവലപ്മെന്റ് ടൈം എന്ന് പറയുന്നത് മന്ത്, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് ആയിരിക്കും. ഓക്കെ, ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ പ്രോജക്ട് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ സോഫ്റ്റ്വെയർ മെഷേർഡ് ഇൻ കിലോ ലൈൻസ് ഓഫ് കോഡ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. So basic COCOMO model is actually estimating the effort and development time, and it is based on the size of the software measured in lines of code. അപ്പൊ lines of code ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക് COCOMO ഫോർമുല ഉണ്ട്. ഇയും കണ്ടുപിടിക്കണം, ഡിയും കണ്ടുപിടിക്കണം. അതല്ലേ ഇവിടെ കണ്ടുപിടിക്കുന്നത്, ഇ ആൻഡ് ഡി. ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇൻറ്റു കിലോ ലൈൻസ് ഓഫ് കോഡ് ടു ദ പവർ ഓഫ് ബി. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. ഇത് നമുക്ക് തരും, എയും ബിയും നമുക്ക് തരും. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് ടൈം കണ്ടുപിടിക്കുന്നത് കോൺസ്റ്റന്റ് ഇൻറ്റു ഇ ടു ദ പവർ ഓഫ് ഡി. ഇവിടെ നിന്ന് ഇ കിട്ടും. അപ്പം കിലോ ലൈൻസ് ഓഫ് കോഡ് ഇതാണ് കോൺസ്റ്റന്റ് ബേസ്ഡ് ഓൺ പ്രോജക്ട് ടൈപ്പ്. ഇപ്പൊ ടൈപ്പ് ഓഫ് ദ പ്രോജക്ട് എന്ന് പറയുന്നത് പ്രോജക്ട് ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കോൺസ്റ്റൻസ് മാറുന്നത്, ABCD മാറുന്നത്. പ്രോജക്ട് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഉണ്ട്, എംബഡഡ് ഉണ്ട്. ഓർഗാനിക് പ്രൊജക്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്മോൾ സിമ്പിൾ പ്രൊജക്ട് വിത്ത് സ്മോൾ ടീം ആൻഡ് ഗുഡ് എക്സ്പീരിയൻസ്. അതാണ് ഓർഗാനിക്. അങ്ങനെയാണ് ABCD വാല്യൂസ് ഒക്കെ ഇതായിരിക്കും. ഇത് അപ്പൊ നമുക്ക് പ്രോബ്ലം ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊന്നും കണ്ടില്ല. പ്രോബ്ലം ആയിട്ട് തോന്നിയിരിക്കുവാണെങ്കിൽ ഓർഗാനിക് ആണ് ടൈപ്പ് എന്ന് പറയുവാണെങ്കിൽ ABC അല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്നത് പഠിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇല്ല ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ABCD നമുക്ക് ചിലപ്പോൾ വാല്യൂ തരും. അപ്പൊ ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി സെമി ഡിറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രൊജക്ട് വിത്ത് മിക്സഡ് എക്സ്പീരിയൻസ് ടീം. എല്ലാ തരത്തിലുള്ള ആൾക്കാരും കാണും, പ്രൊഫഷണൽസും കാണും, അല്ലാത്തവരും കാണും, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും കാണും. അങ്ങനെയാണ് ABCD ഇതൊക്കെ ആയിരിക്കും. എംബഡഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, കോംപ്ലക്സ് ടൈറ്റ്ലി കപ്പിൾഡ് പ്രോജക്ട് വിത്ത് സ്ട്രിക്റ്റ് റിക്വയർമെന്റ്സ്. ഓക്കെ, ഇപ്പൊ ടൈറ്റ് കപ്പിളിങ്ങും കൊയ്ഷനും ഒക്കെ നമ്മൾ പറഞ്ഞതാ കഴിഞ്ഞ ദിവസം. അപ്പം കോംപ്ലക്സ് ടൈറ്റ്ലി കപ്പിൾഡ് പ്രോജക്റ്റ് ആണ് എംബഡഡ് ടൈപ്പിൽ വരുന്നത്. അങ്ങനെയാണ് ABC ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതിലൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. സപ്പോസ് യു ആർ ഡെവലപ്പിംഗ് എ 50 കിലോ ലൈൻസ് ഓഫ് കോഡ് ഓർഗാനിക് പ്രൊജക്ട് എന്ന് തന്നിട്ടുണ്ട്. ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ടുന്നത് എയുടെ വാല്യൂ 2.4, ബിയുടെ വാല്യൂ 1.05, സിയുടെ വാല്യൂ 2.5. അതിനനുസരിച്ച് അവിടെ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. ഇത്രയും മന്ത് ആയിരിക്കും. എഫേർട്ട് കണ്ടുപിടിക്കും, മാൻ മന്ത് വെച്ചിട്ട് എഫേർട്ടും കണ്ടുപിടിക്കും. ദെൻ മറ്റേ ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡെവലപ്മെന്റ് ടൈം എത്ര മാസം, ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്റ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ബേസിക് കൊക്കോമോയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലൈൻസ് ഓഫ് കോഡ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സൈസ് ഓഫ് ഇതെന്ന് പറഞ്ഞത് ലൈൻസ് ഓഫ് കോഡ് ആണ്. എഫേർട്ടും ഡെവലപ്മെന്റ് ടൈമും കണ്ടുപിടിക്കും. ഇനി നോക്കിക്കേ, ഇന്റർമീഡിയറ്റ് കൊക്കോമോ മോഡൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി an extension of basic COCOMO. It offers more accurate estimation by incorporating കുറച്ച് കാര്യങ്ങളോട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഡ്രൈവേഴ്സ്, ഓക്കെ, ഓൾസോ നോൺ ആസ് എഫേർട്ട് മൾട്ടിപ്ലയേഴ്സ്, ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് അഫക്ട്സ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഫേർട്ട്. These drivers account for product, hardware, personnel and project attributes. അപ്പൊ ഈ
സോഫ്റ്റ്വെയർ ഈ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്, പഠിച്ചു വെച്ചോണം. ദർ ആർ 15 കോസ്റ്റ് ഡ്രൈവേഴ്സ് വിച്ച് ഇസ് കാറ്റഗറൈസ്ഡ് ഇൻടു 4 ഗ്രൂപ്പ്സ്. ഇത് നമ്മുടെ പുസ്തകത്തിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് ഡ്രൈവേഴ്സ് വന്നിട്ട് ഇതാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ്. ഇങ്ങനെ 15 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്ര എണ്ണേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചാറ്റ് GPT-ക്കകത്ത് എല്ലാം വന്നിട്ടുണ്ട്. അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ്, ഓക്കെ, റിക്വയർഡ് സോഫ്റ്റ്വെയർ റിലയബിലിറ്റി, ഡേറ്റാബേസ് സൈസ്, പ്രൊഡക്റ്റ് കോംപ്ലക്സിറ്റി, ഹാർഡ്വെയർ ആട്രിബ്യൂട്ട്, പേഴ്സണൽ ആട്രിബ്യൂട്ട് ആൻഡ് പ്രൊജക്ട് ആട്രിബ്യൂട്ട്സ്. ഓക്കെ, ഇതിനകത്ത് മൊത്തം കൂട്ടുമ്പോൾ 15 കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്കാണെങ്കിൽ സൈസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഡേറ്റാബേസ്, കോംപ്ലക്സിറ്റി, റിലയബിലിറ്റി റിക്വയർമെന്റ്സ്, പെർഫോമൻസ് കൺസ്ട്രെയിൻസ്, കേപ്പബിലിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഷെഡ്യൂൾ കൺസ്ട്രെയിൻസ്, ഇത്രയും ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് കോസ്റ്റ് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തം 15 കോസ്റ്റ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് ഇതൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് കൊക്കോമോ മോഡൽ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിനകത്ത് കണ്ടോ, ഓർഗാനിക് പ്രൊജക്ടിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ കോസ്റ്റ് ഫ്രം ദ കോസ്റ്റ് ഡ്രൈവർ 1.10 തന്നിട്ടുണ്ട്, സൈസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇത് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുക. നമുക്ക് ഇക്വേഷൻ ഉണ്ട് ഇവിടെ. എഫേർട്ട് കണ്ടുപിടിക്കുക, ദെൻ ഡെവലപ്മെന്റ് ടൈം കണ്ടുപിടിക്കുക. ഓക്കെ, ഓക്കെ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഒന്നുകൂടെ വരുന്നത് ഡീറ്റെയിൽഡ് കൊക്കോമോ. ഓക്കെ, so this model computes the development effort and cost which incorporates all the characteristics of intermediate level with the assessment of cost implication on each step of development. Analysis, design, testing phase-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് അസസ്മെന്റ് നടത്തും. ഓക്കെ, സോ ഇത് ടൈപ്സ് തന്നിട്ടുണ്ട്. ഇത് ബേസിക് കൊക്കോമോ മോഡലിന്റെ വെച്ചിട്ട് ഇവർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എഫേർട്ട് കണ്ടു E=A(S)(B)M തന്നിട്ടുണ്ട്. എസ് നമുക്ക് തരും, വാല്യൂ സോഴ്സിങ് LOC ഇങ്ങനെ തരും. അപ്പൊ ചിലപ്പോൾ SC ആയിട്ട് ചോദിക്കും ഇത്. ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്നുകൂടെ വൃത്തിയായിട്ട് നോക്കുക. ഇന്റർമീഡിയറ്റിന്റെയും ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് ചുമ്മാ ഒന്ന് നോക്കി വെക്കുക. ഇത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പുറ്റ്നംസ് മോഡൽ. ഓക്കെ, പുറ്റ്നംസ് മോഡൽ ഈസ് ആക്ച്വലി, ഇതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, ഞാൻ കണ്ടില്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോന്ന് നോക്കണം. ബേസിക്കലി എല്ലായിടത്തും കൊക്കോമോ മോഡലാണ് ചോദിക്കുന്നത്. ഓക്കെ, Putnam models a dynamic multivariate model of the software development process based on the assumption that distribution of effort over the life of software development is described by the Rayleigh-Norton curve. Okay, so ഈ Rayleigh-Norton curve-നെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സ് മെഷർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷനിലത്തെ ടേംസ് എന്തൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി Rayleigh-Norton curve is used to derive an equation that relates lines of code delivered to other parameters like development time and effort at any time during the project. അപ്പൊ ജസ്റ്റ് ഇത് ഒന്ന് വായിച്ച്, Rayleigh-Norton curve-നെ ബേസ് ചെയ്തിട്ടാണ് പുറ്റ്നം മോഡൽ വർക്ക് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ ടേംസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. Rayleigh-Norton curve ലൈൻസ് ഓഫ് കോഡ് ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. അപ്പൊ ഡിഫറെന്റ് മോഡൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊക്കോമോ മോഡൽ, പുറ്റ്നം മോഡൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എല്ലാത്തിന്റെയും കുറച്ച് എഴുതി നമുക്ക് നിർത്താം. ഇനി അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് കൊക്കോമോ മോഡലിനാണ് കൂടുതലും ചോദിച്ചു വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സിമ്പിൾ എംപിരിക്കൽ മോഡൽ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഫേർട്ട് വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ് ആണ് ഇവിടെയും. ഓക്കെ, കൊക്കോമോ മോഡലിൽ ലൈൻസ് ഓഫ് കോഡ് ആണ്, ഫംഗ്ഷൻ പോയിന്റ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, ലൈൻസ് ഓഫ് കോഡ് വെച്ചിട്ടാണ് ഇക്വേഷൻ. In this model, LOC is assumed to be directly related to E = AL to the power of B. L lines of code A and B are
കോൺസ്റ്റൻസ് എയും ബിയും തരും. ഓക്കെ, ഇനി നോക്കിക്കേ, കൊക്കോമ, പുറ്റ്നം ആൻഡ് സാഡ് ആർ ബേസ്ഡ് ഓൺ LOC. കണ്ടോ, ഇത് ഇത്രയും LOC ബേസ് ചെയ്തിട്ടുള്ള മോഡൽസ് ആണ്. എ നമ്പർ ഓഫ് എസ്റ്റിമേഷൻ മോഡൽസ് ആർ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ പോയിന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് LOC. ഓക്കെ, അപ്പം അത് ഇവിടെ നോക്കിക്കേ, അപ്പൊ അതിനെ പറ്റി ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ പറയുന്ന മോഡൽസ് എല്ലാം LOC ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഓട്ടോമാറ്റിക് ടൂൾസ് ഫോർ എസ്റ്റിമേഷൻസ്. സോ ഓട്ടോമാറ്റിക് ടൂൾസ് എന്ന് പറഞ്ഞാൽ it estimate cost and effort, allow the project managers to perform. Then after ഇതിനെ estimate ചെയ്തിട്ട് what if analysis ചെയ്യും. Okay, estimation tools may only support size estimation or conversion of the size to effort and schedule to the cost. Okay, so ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ it quantitatively estimates the project size. Okay, estimates project schedule. It helps to estimate project schedule and cost. It can be used. Most of them use different models for estimation. Okay, so അത്രയൊക്കെ ഉള്ളൂ. Then typical structure of estimation tools, project estimation tools, size estimation tools, other cost drivers and constraints. ഇത് വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് പോവും. കോസ്റ്റ്, ഷെഡ്യൂൾ, എഫേർട്ട്, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതുണ്ട് ഓട്ടോമേറ്റഡ് എസ്റ്റിമേഷൻ ടൂൾസ് ആണ്. എസ്റ്റിമേറ്റർ പാൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് എന്തിനാണെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. കൊക്കോമോ 2 ഇതെന്തിനാണ്? ബേസ്ഡ് അപ്പോൺ കൊക്കോമോ. എസ്റ്റിമാക്സ് ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ സംഭവം ആ ചാപ്റ്ററിനകത്ത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് സോഫ്റ്റ്വെയർ എസ്റ്റിമേഷൻ ടെക്നിക്സ്, ലേൺ ടൈപ്സ് ഓഫ് മെട്രിക്സ് ഫോർ, നമ്മൾ പഠിച്ചു ഡിഫക്ട് മെട്രിക്സ്, പ്രോസസ് മെട്രിക്സ്, പ്രോഡക്റ്റ് മെട്രിക്സ്, എക്സ്പ്ലോർ എസ്റ്റിമേഷൻ മോഡൽസ്, കൊക്കോമോ മോഡൽ, അതൊക്കെ. പിന്നെ ഓട്ടോമേറ്റഡ് ടൂൾസ് എന്തിനാണെന്നുള്ളത് 3 പോയിന്റ്, എന്തിനൊക്കെയാണ്, എന്തൊക്കെ കണ്ടുപിടിക്കുന്നുള്ള 3 സംഭവം, 3 ബുള്ളറ്റ് പോയിന്റ് ഓർത്തിരിക്കുക. 1 or 2 ഓട്ടോമേറ്റഡ് ടൂൾസ് എക്സാമ്പിൾ എഴുതുക. എസ്റ്റിമേഷൻ ഇസ് ക്രിട്ടിക്കൽ ഫോർ സക്സസ്, ബാലൻസ് ബിറ്റ്വീൻ ഓവർ എസ്റ്റിമേഷൻ ആൻഡ് അണ്ടർ എസ്റ്റിമേഷൻ. പ്രൊജക്ട് മെട്രിക്സ്, പ്രൊഡക്റ്റ് മെട്രിക്സ് ഏതൊക്കെയാ? LOC, ഡോക്യുമെന്റേഷൻ പേജസ്. പ്രോസസ് മെട്രിക്സ്, ടൈം ആൻഡ് എഫേർട്ട്. പ്രിമിറ്റീവ്, ഡയറക്റ്റ് ആണ് LOC. derived എന്ന് പറഞ്ഞാൽ ഫ്രം ദ പ്രിമിറ്റീവ്സ്, LOC പെർ മാൻ മന്ത്, എഫേർട്ട് ആണ്. ഓക്കെ, അടുത്ത ലൈൻസ് ഓഫ് കോഡ്, മോസ്റ്റ്ലി യൂസ്ഡ് പ്രൊഡക്റ്റ് മെട്രിക്സ്, ലാംഗ്വേജ് ഡിപ്പെൻഡന്റ്, പറഞ്ഞു ഏത് ലാംഗ്വേജ് ആയിട്ട് അഫക്ട്സ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി മെഷർമെന്റ്. അടുത്ത ഫംഗ്ഷൻ പോയിന്റ്സ്. Okay. Okay. Then benefits of function points. It is technology independent. ഏത് ടെക്നോളജിയാ, ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. യൂസർ അണ്ടർസ്റ്റാൻഡബിൾ, it track progress at multiple stages and it will give you the correct project estimation. Estimating size, effort, schedule, cost affects it affects planning, controlling and monitoring. Other estimating the size, analogy, learning by analogy, then functionality based, അതായത് പാസ്റ്റ് പ്രൊജക്ടിന്റെ ഇത് വെച്ചിട്ട് ഫങ്ഷണാലിറ്റി ബേസ്ഡ്, ഹിസ്റ്ററിക്കൽ ഡേറ്റ, ഫൗണ്ടേഷൻ ഓഫ് ഫർദർ, ഇതൊക്കെ പറഞ്ഞതാണ് ജസ്റ്റ്. എസ്റ്റിമേറ്റിംഗ് ദ എഫേർട്ട്, algorithmic models, historical data, based upon all these things we can estimate the effort, man month. പിന്നെ എസ്റ്റിമേറ്റിംഗ് ഷെഡ്യൂൾ, ഡിപ്പെൻഡ്സ് ഓൺ ദ എഫേർട്ട് ആൻഡ് മാൻ പവർ. ഷെഡ്യൂൾ എത്ര മാസം എടുക്കും എന്നുള്ളതാണ്. ഇതൊരു ഒരു കോൺസ്റ്റന്റ് ആണ്, 3.0. ഓക്കെ, ഇൻറ്റു എഫേർട്ട് ഇൻറ്റു കലണ്ടർ വൈസ് നോക്കുന്നതിനാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ചലഞ്ചസ്. ഓക്കെ, മോഡൽസ് ഏതൊക്കെയാണെന്നുള്ളത്, ബേസിക് ഫോർമുല E equal to F of VI. ഈ എഫേർട്ട് ആണ്. V എന്ന് പറയുന്നത് മെഷറബിൾ ഇൻപുട്സ്, LOC. Okay, then COCOMO model, Putnam's models and just equation based upon Rayleigh-Norton curve, and statistical model. Okay, statistical model, automated estimation tools കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. Then limitations of models. Early phase size prediction is hard. Okay, LOC not measurable early. Subjectivity in function points, accuracy depends upon the data consistency. Okay.
ഇത്രയൊക്കെ ഉള്ളൂ, ആ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 6th ചാപ്റ്റർ റിസ്ക് മാനേജ്മെന്റ്. സോ നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തു. അടുത്തത് റിസ്ക് മാനേജ്മെന്റ്, റിക്വയർമെന്റ് പറഞ്ഞു, ടെസ്റ്റിംഗ് കഴിഞ്ഞു, ദെൻ എന്താണ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തു, റിസ്ക് മാനേജ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഇതൊക്കെ ചാപ്റ്റർ വൈസ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ റിസ്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി റിസ്ക് മെയിൻ ആയിട്ടും പ്രൊജക്റ്റിലെ റിസ്ക്, അതായത് ഈ ചാപ്റ്ററിന്റെ ഒരു മോറൽ എന്ന് പറയുന്നത്, റിസ്ക് എന്ന് പറയുന്നത് ശരിക്കും അതായത് ആ പറയുന്ന പ്രൊജക്ട് ടീമിലെ ആൾക്ക് പ്രോപ്പർ ടെക്നിക്കൽ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. ഓക്കെ, ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ്, മാർക്കറ്റ് സ്റ്റാറ്റസിനെ പറ്റി വലിയ കാര്യം അറിയാണ്ടിരിക്കുക, ഹാർഡ്വെയർ റിസോഴ്സസ്, കോമ്പീറ്റിംഗ് സോഫ്റ്റ്വെയർ കമ്പനീസ്, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീം മെമ്പേഴ്സ്, ഇതൊക്കെ ആണ് എന്താ റിസ്ക് ഫാക്ടേഴ്സ്. സോ ബേസിസ് ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ റിസ്ക്. അപ്പൊ അതെല്ലാം ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് ഈ പറഞ്ഞ സംഭവം എല്ലാം പറഞ്ഞിരിക്കുക. സ്കിൽ ഓർ നോളജ്, ഇന്റർഫേസ് മൊഡ്യൂൾസ്, okay, then poor knowledge of tools, programming skills, management issues, updates in the hardware resources, extra support, customer risk. Customer risk എന്ന് പറഞ്ഞാൽ എന്താ? Customer should have the proper knowledge of the product needed and should not be in a hurry to get the work done. അതായത് നമ്മള് കസ്റ്റമർ ഇങ്ങനെ ധൃതി പിടിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ചിലപ്പം കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ കസ്റ്റമർ സൈഡില് പ്രോപ്പർ നോളജ് ഉള്ള ഒരാൾ ഈ സംഭവം ടെസ്റ്റ് ചെയ്യാനായിട്ട് കാണണം. ഓക്കെ, external personnel is needed to test the product and should arrange for the demonstration with a set of technical and managerial person from his office. അപ്പൊ കൂടുതൽ കസ്റ്റമറിന് അതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടും. അയാൾക്ക് എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ കലാമിറ്റീസ്, കൊമേഴ്ഷ്യൽ റിസ്ക്, അതൊക്കെ വരും. ഓക്കെ, ദെൻ മോണിറ്ററിങ് ഓഫ് റിസ്ക്. ഇപ്പൊ മോണിറ്ററിങ് റിസ്ക് നമുക്ക് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ റിസ്ക് ടേബിൾ മോണിറ്റർ. അപ്പൊ ആ മോണിറ്ററിനകത്ത് ഇപ്പൊ ഇതാണ് ടേബിൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ ഇവിടെ എഴുതും, മൊഡ്യൂൾ കമ്പ്യൂട്ട്. ഓക്കെ, അപ്പൊ അവിടെ ലൈൻ 5, 8, 20. ഓക്കെ, ആ മൊഡ്യൂളിൽ വീക്ക് 1 ഇവിടെയൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഇരിക്കുന്നത്. വീക്ക് 2 5, 25 ലൈൻസിലുണ്ട്. ഓക്കെ, ദെൻ എന്നിട്ട് ഇപ്പം മോർ മെമ്മറി ആൻഡ് പെരിഫറൽസ്, അവിടെ ഇപ്പം ആ ഒരു ഇതില് എവിടെയൊക്കെ വീക്ക് 1 എവിടെ എഫക്ട് ചെയ്യുന്നു, വീക്ക് 2 എവിടെ എഫക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യും. നമ്മൾ പ്രയോറിറ്റി മാനേജ് ചെയ്യാനുള്ള പ്രയോറിറ്റി സെറ്റ് ചെയ്യും. നമ്മൾ മാനേജ് ചെയ്യുന്നതനുസരിച്ച് ഈ റിസ്ക് ടേബിളിൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, various risks are identified and a risk monitor table with attributes like risk name, module name, team members involved, lines of code, the codes that are affecting this risk, hardware resources, etc. is maintained. Okay. അതേപോലെ തന്നെ we need to update the risk table. Then എന്താ പറയുന്നത്, ഇനി ഓൾഡ് റിസ്ക് കാരണം ഉണ്ടാകുന്ന റിപ്പിൾ എഫക്റ്റ് അവോയ്ഡ് ചെയ്യണം. ദെൻ റിസ്ക് ടു മേക്ക് ദ ടേബിൾ ഈസി ഫോർ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഈസിനെസ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മാനേജ്മെന്റ് ഓഫ് റിസ്ക്. ഓക്കെ, സോ ഫസ്റ്റ്ലി റിസ്ക് മാനേജ്മെന്റ് takes care that the risk is avoided, and if not avoidable, then the risk is detected, controlled, and finally recovered. നമ്മളിത് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, ഇതല്ലെന്നുണ്ടെങ്കിൽ ഇത് റിക്കവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ പ്രയോറിറ്റി ഗിവൺ കൊടുക്കും, ദെൻ ഹൈ പ്രയോറിറ്റി ടാസ്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അപ്പൊ റിസ്ക് മാനേജ്മെന്റിനകത്തെ കാറ്റഗറീസ് കാര്യമായിട്ട് പഠിക്കണം. റിസ്ക് അവോയ്ഡൻസ്, ഡിറ്റക്ഷൻ, കൺട്രോൾ, റിക്കവറി. അവോയ്ഡ് ചെയ്യുക, വരാനുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക,
വന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടുപിടിക്കുക, അത് വരാതിരിക്കാനുള്ള കൺട്രോളിങ് മെഷേഴ്സ് അപ്ലൈ ചെയ്യുക, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റിക്കവർ ആക്കും. ഓക്കെ, സോ അതാ 4 സ്റ്റെപ്പാണ് പഠിക്കുന്നത്. അപ്പൊ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ റിസ്ക് ആന്റിസിപ്പേറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ദെൻ റിസ്ക് ടൂൾസ് അപ്ലൈ ചെയ്ത് നമുക്ക് റിസ്ക് അവോയ്ഡ് ചെയ്യാം. റിസ്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, വി നീഡ് അനലൈസ് ഇറ്റ്, കാറ്റഗറൈസ് ദ റിസ്ക്, ദെൻ ഗിവ് ദ പ്രയോറിറ്റൈസേഷൻ, ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, ഇങ്ങനെ നമുക്ക് ഇതിനെ റിസ്ക് വൺസ് റിസ്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. കൺട്രോൾ വരുന്നത് എങ്ങനെയാണ്, പെൻഡിങ്, റെസൊല്യൂഷൻ, നോട്ട് സോൾവബിൾ. ഓക്കെ, റിസ്ക് കൺട്രോൾ വരാതിരിക്കാനായിട്ട് ഓക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, റിസ്ക് റിക്കവറി എങ്ങനെയൊക്കെ ചെയ്യാം, ഫുള്ളി റിക്കവർ ചെയ്യാം, പാർഷ്യൽ റിക്കവർ ചെയ്യാം, എക്സ്ട്രാ ഓർ ഓൾട്ടർനേറ്റ് ഫീച്ചേഴ്സ്. അതായത് ഓൾട്ടർനേറ്റ് ഫീച്ചേഴ്സ് നമുക്ക് ഇപ്പോൾ ഉള്ളതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് റിസ്കിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഈ പടം അത് ഈ തന്നത് തന്നെ കൊടുത്തിരിക്കുക. അപ്പൊ ഈ റിസ്ക് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഇത് കാണാതെ പഠിക്കണം, ഈ പടം പഠിക്കണം, പടം വരയ്ക്കണം. ഈ പടം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3, 4, അത് നോക്കിയിട്ട് അത് എഴുതണം. ഓക്കെ, അത് റിസ്ക് അവോയ്ഡൻസ്, റിസ്ക് ഡിറ്റക്ഷൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞ സംഭവമൊക്കെ തന്നെയാണ്. റിസ്ക് റിക്കവറി അതിനെയൊക്കെ ഇലാബറേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, then formulating a task set for the project. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇത് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഷെഡ്യൂൾ ദ പ്രൊജക്ട്. ഓക്കെ, അതായത് ഈ ഒരു സെക്ഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ബൈ defining the various tasks that dependent on the project and choosing proper task for software engineering. Okay, define the task set. Okay, then choose proper task for software engineering. So various tasks that depend on the project നമ്മൾ കണ്ടുപിടിക്കണം and choose the proper task for software engineering. Software engineering means measurement, use standard tools and all. Okay, അപ്പോഴേ അതൊരു എഞ്ചിനീയറിംഗ് ആവത്തുള്ളൂ. സോ വേരിയസ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഷെഡ്യൂളിംഗ് മെത്തേഡ്സ്. അപ്പൊ നമുക്ക് വി നീഡ് ടു ഷെഡ്യൂൾ അവർ പ്രോജക്ട്. ഷെഡ്യൂൾ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ വി നീഡ് ടു ഷെഡ്യൂൾ ബൈ ദ പ്രോജക്ട് ബൈ ഡിഫൈനിങ് ദ ടാസ്ക് സെറ്റ് ആൻഡ് ചൂസ് ദ ടാസ്ക് സെറ്റ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോ ഫസ്റ്റ് വി നീഡ് ടു ഷെഡ്യൂൾ അവർ പ്രോജക്ട്. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫീച്ചേഴ്സ്? Okay, what are the various scheduling methods for the proper implementation of the project? Okay, so factors that affect the task set of the project. Okay, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന, അപ്പം നമുക്ക് എക്സ്പേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് വിത്തിൻ 2 months or 3 months നമുക്ക് പറയാൻ പറ്റും, അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ ഇപ്പം അതാണ് സ്റ്റാഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ മീറ്റിംഗ് നടത്തും, റിപ്പോർട്ട് ഉണ്ടാക്കും, പ്രസന്റേഷൻ ഉണ്ടാക്കും, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രൊജക്ടിന്റെ ടൈംലി അപ്ഡേറ്റ്സ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തോണ്ടേയിരിക്കും. സോ ഇഫ് ദർ ഈസ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ദ ഓർഗനൈസേഷൻ, ദാറ്റ് വിൽ ഓൾസോ അഫക്ട് ദ ടാസ്ക് സെറ്റ് ഓഫ് ദ പ്രൊജക്ട്. ടെക്നോളജി അപ്ഡേറ്റഡ് ടെക്നോളജിയുമായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു അവയർനെസ് വേണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ ട്രെയിനിങ് എടുക്കണം. ദെൻ ഫുൾ ഓർ പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊജക്ട് ടാസ്ക് ബിഗ് ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ ബൈ ഗിവിംഗ് എ പാർഷ്യൽ ഇംപ്ലിമെന്റേഷൻ വിത്ത് ഫ്യൂ മോഡ്യൂൾസ്. എന്നിട്ട് ബാക്കിയുള്ളത് ലേറ്റർ സ്റ്റേജിൽ കൊടുക്കുമ്പം കസ്റ്റമറിനൊരു എന്ത് കിട്ടും, ഒരു ഹോപ്പ് വരും, ഒരു ഹോപ്പ് കിട്ടും ദാറ്റ് ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. പിന്നെ ടൈം അലോക്കേഷൻ, മൊഡ്യൂൾ ബൈൻഡിങ്, മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യുക, വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. ഓക്കെ, സോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ പഠിച്ചതാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വാലിഡേഷൻ. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? We are implementing the product
in a right manner. Okay. Validation എന്ന് പറഞ്ഞാൽ എന്താ, വെദർ വി ഗെറ്റ് ദ റൈറ്റ് പ്രൊഡക്റ്റ് ഓർ നോട്ട്, കസ്റ്റമറിന്റെ റിക്വയർമെന്റിനനുസരിച്ചുള്ള കറക്റ്റ് ഔട്ട്പുട്ട് ആണോ കിട്ടിയത്, അതാണ് എന്ത് വാലിഡേഷൻ. സോ ദ നമ്പർ ഓഫ് മോഡ്യൂൾസ് വെരിഫൈഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് മോഡ്യൂൾസ് വാലിഡേറ്റഡ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ എക്സ്പെക്ടേഷൻ. കണ്ടോ, കസ്റ്റമർ സ്പെസിഫിക്കേഷൻ വെരിഫിക്കേഷൻ, കസ്റ്റമർ എക്സ്പെക്ടേഷൻ വാലിഡേഷൻ ആർ ടു ബി സ്പെസിഫൈഡ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ടാസ്ക് സെറ്റ്. സോ ടാസ്ക് സെറ്റ് വെച്ചിട്ട് നമ്മൾ ഇനി ഒരു ടാസ്ക് ഒരെണ്ണം ചൂസ് ചെയ്യും. ചൂസ് ദ ടാസ്ക് ഓഫ് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്, സീക്വൻഷ്യൽ മോഡൽ, വാട്ടർഫോൾ മോഡൽ, ഐറ്ററേറ്റീവ് മോഡൽ ആണോ, സ്പൈറൽ മോഡൽ ആണോ, ഏതിനെ ഡിപ്പെൻഡ് ചെയ്തോ കറസ്പോണ്ടിങ് ടാസ്ക് ഈസ് സെലക്ടഡ്. ഓക്കെ, ഫ്രം ദ എബോവ് ടാസ്ക് സെറ്റ് കൺസിഡർ ഹൗ ടു ചൂസ് ടാസ്ക് ഫോർ ദ പ്രോജക്ട് ഡെവലപ്മെന്റ് ആസ് ഫോളോസ്. സോ സ്കോപ്പ്, ഓവറോൾ സ്കോപ്പ് ഓഫ് ദ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാസ്ക് ചൂസ് ചെയ്യാം. ഷെഡ്യൂൾ ആൻഡ് പ്ലാനിങ് വെച്ചിട്ട് നോക്കാം. ടെക്നോളജി യൂസ്ഡ്, കസ്റ്റമർ ഇന്ററാക്ഷൻ, കൺസ്ട്രെയിൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, റിസ്ക് അസസ്മെന്റ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടാസ്ക് സെറ്റ് ചൂസ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂളിംഗ് മെത്തേഡ്സ്. ഓക്കെ, so scheduling of the software project can be correlated to prioritizing various tasks with respect to their cost, time and duration. നമുക്ക് ക്യാൻ ബി കോറിലേറ്റഡ് ടു പ്രയോറിറ്റൈസിങ് വേരിയസ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് കോസ്റ്റ്, ടൈം, ഡ്യൂറേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് റിസോഴ്സസ് അവൈലബിൾ നമ്മൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അത് ഈ ഷെഡ്യൂളിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വി ക്യാൻ യൂസ് എ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, ദെൻ വി ക്യാൻ യൂസ് എ ഫ്ലോ ഗ്രാഫ്, you can use Gantt chart. Okay, you can use Gantt chart. ഇത്രയും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ടിനെ ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പോലെ നമ്മൾ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. മൊഡ്യൂളിലെന്നല്ല, നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുക. ഡിസൈൻ ടീമിൽ തന്നെ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ആർ ദെയർ. പല ആൾക്കാരും നിന്ന് ഡിസൈൻ ഫോക്കസ് ചെയ്യുന്നു. ദെൻ കോഡിംഗ് ടീമിന് കോഡിംഗ് കൊടുക്കുന്നു, ടെസ്റ്റിംഗ്, ഇങ്ങനെ വർക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സബ് വർക്ക്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതാണെന്ത്, അങ്ങനെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. The project is scheduled in various phases following a bottom-up or top-down approach. Tree-like structure is followed without any loops. അതാണെന്ത്, work breakdown structure. Each phase or step, milestones and deliverables are mentioned with respect to the requirements. The work breakdown structure shows the overall breakup flow of the project and does not indicate any parallel flow. അപ്പൊ ഇതാണ് ആ സംഭവം. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഫ്ലോ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോ കൊടുക്കണം, സൈക്കിൾ പാടില്ല. ഓക്കെ, ഓരോ നോട്ട്സ് റെപ്രസെന്റ്സ് മൊഡ്യൂൾസ്. ഓക്കെ, എഡ്ജസ് എന്ത് ചെയ്യുന്നു, കണക്ഷൻ കാണിക്കുന്നു. അപ്പൊ മൊഡ്യൂൾ 1, module 2, module 3 from module 1. Cycles are also not allowed. Upon various modules are represented as nodes with edges connecting nodes. Dependency between the node is shown by the flow of the data between the nodes. Nodes indicates the milestones and the deliverables with the corresponding module implemented. Cycles are not allowed. Start and end nodes indicate the source and the terminating nodes of the flow. Okay, so M1 is the starting module. Data flows to M2 and M3. Combined data from M2 and M3 flow to M4. Finally, the project terminates. In certain project, time schedule is not also associated with each module. The arrows indicate the flow of information between the modules. So, this is overall project structure and information flow. Okay, that's the schedule. ഇനി Gantt ചാർട്ട് or ടൈം ലൈൻ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വീക്ക് 1 ഇത്ര തീർക്കും, വീക്ക് 2 ഇത്ര, വീക്ക് 3 ഇത്ര, ഇങ്ങനെ നമ്മൾ മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്തിട്ട് ആണ് Gantt ചാർട്ടിൽ കാണിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഡെവലപ്പ് ഫോർ ദ എൻറ്റയർ പ്രോജക്റ്റ്. സെപ്പറേറ്റ് ചാർട്ട് ക്യാൻ ബി ഡെവലപ്പ് ഫോർ ഈച്ച് ഫംഗ്ഷൻ. ടാബുലർ ഫോം ഈസ് മെയിൻറ്റെയിൻ where row indicate the task with the milestone and column indicates the week or month. കണ്ടോ, കോളം ഇൻഡിക്കേറ്റ് വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4. വീക്ക് നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, വീക്ക് 2 ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്, വീക്ക് 1 ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും.
ഇങ്ങനെയാണ് ആ പ്രൊജക്ട് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അല്ലെ വീക്ക് 1 ഇത്രയും തീർക്കാം, വീക്ക് 2 നമ്മൾ ഇത്രയും തീർക്കും, അങ്ങനെ നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്തു. ദെൻ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. സോ ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ഹൈ റിസ്ക് ജോബ്സ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റ് എഴുതി കഴിയുമ്പോൾ മെയിൻലി യൂസ്ഡ് ഫോർ ഹൈ റിസ്ക് പ്രൊജക്ട് എന്ന് എഴുതി കഴിയുമ്പോഴേ മാർക്കാ, ബാക്കി വായിക്കത്തില്ല. വിത്ത് വേരിയസ് എസ്റ്റിമേഷൻ പാരാമീറ്റേഴ്സ്. ഫോർ ഈച്ച് മൊഡ്യൂൾ ഇൻ എ പ്രൊജക്ട് ഡ്യൂറേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ഫോളോസ്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് എ പ്രൊജക്ട് or module within the normal conditions, within the minimum time, with a maximum time, then from the previous history that understood how long will it take to complete the project. ഇതൊക്കെയാണ് project scheduling വരുന്നത്. At the software project plan, so we know that planning is very important. Planning is done at the earlier stage. Improper planning leads to unnecessary risk. Project estimation cannot be done. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ച കുറേ സാധനങ്ങൾ ഇതിനെ കണക്ട് ചെയ്യും. So planning within the organization with respect to the customer. Planning within the organization. How the project is to be implemented. What are the various constraints that affects. What is the market strategy. With respect to the customer, നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമറുമായിട്ട് we have to arrange weekly or timely meetings and giving a status report. Customer feedback should be taken and give the proper updates, proper implementation details. എന്തൊക്കെ ഇതാ കൊടുക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. Then for successful software project, select a project milestones and deliverables, budget സെറ്റ് ചെയ്യണം, project estimate ചെയ്യണം, റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം, റിസ്ക് മാനേജ് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം ബൈ യൂസിങ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, ആക്ടിവിറ്റി ഗ്രാഫ്, ക്രിട്ടിക്കൽ പാത്ത്, ഗ്യാൻ ചാർട്ട്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. ദെൻ പീപ്പിൾ ആൻഡ് സ്റ്റാഫ്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ടീം മാനേജ്മെന്റ്, ദെൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ്. ഇത് പലതും നമ്മൾ പഠിച്ചു, ഇൻഡിവിജ്വലി പലതും പഠിച്ചു. ഇത്രയാണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് റിസ്ക് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഇന്നലെ ഞാൻ ആ ചാറ്റ് ക്ലോസ് ചെയ്തപ്പോഴാണ് കണ്ടത്, PPT ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഒരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. ആക്ച്വലി PPT ഞാൻ ഇത് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതൊന്നും അല്ല. ഞാൻ പക്ഷേ ഈ ഫുൾ ചാപ്റ്റേഴ്സ് വായിച്ചു. ഞാൻ കുറച്ച് നാളായി ഇത് പഠിപ്പിക്കുന്നു. സോ ഫുൾ ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഫുൾ ചാപ്റ്റേഴ്സ് എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്തായാലും ഒരു 100 പേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു 50 പേജ് പോലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. സോ നമ്മളിപ്പോ ഒരു 15 ചാപ്റ്റർ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ ഓർത്തിരിക്കില്ല. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ് അടുക്കി വെക്കും. അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ ഞാൻ വായിച്ച കൂട്ടത്തിൽ കുറെ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് പിന്നീട് ആ പോയിന്റ്സ് നോക്കുമ്പോൾ എനിക്ക് സ്റ്റോറി പറയാനായിട്ട് പറ്റും. സോ ഞാൻ ജനറേറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു PPT ജനറേറ്റ് ചെയ്ത് വന്ന എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ചാറ്റ് GPTക്കകത്ത് അതായത് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ഫയൽ അപ്ലോഡ് ചെയ്തപ്പോൾ ജനറേറ്റ് ചെയ്ത PPT ആണിത്. അങ്ങനെ ജനറേറ്റ് ചെയ്ത ഒരു PPT ആയത്. പക്ഷെ അത് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് വന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്ന വെച്ചിട്ടാണ് ഈ PPT ജനറേറ്റ് ആയിരിക്കുന്നത്. അപ്പം പ്ലെയിൻ ആയിട്ട് ആ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രീതിയിലായിരിക്കില്ല PPT ജനറേറ്റ് ചെയ്ത് വരുന്നത്. സോ ഞാൻ എന്റെ PPT തരണം എന്നുണ്ടെങ്കിൽ ഞാനത് ഈ ചാറ്റ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടേക്കാം. ഇനി അതല്ലാത്ത വശം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്തിടാനായിട്ടുള്ള മെറ്റീരിയൽ തന്നിട്ടുണ്ട്. സോ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചാറ്റ് GPTയിൽ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ജനറേറ്റ് PPT ഇൻ ഡീറ്റെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ PPT ജനറേറ്റ് ആയിട്ട് വരും. സെയിം പോയിന്റ്സ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാനുള്ള പോയിന്റ്സ് അതിനകത്ത് ഇതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഞാനത് ചാറ്റ് ബോക്സിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പം എനിക്ക് ജനറേറ്റ് ചെയ്ത ചാറ്റ് PPT നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് വരണം എന്നില്ല. കാര്യം ഞാൻ ജനറേറ്റ് ചെയ്തതിനകത്ത് ഹൈലൈറ്റഡ് പോയിന്റ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? റിസ്ക് മാനേജ്മെന്റ് ആണ് പഠിച്ചത്.
learn the methods or I have to identify, monitor, manage and recover the risk. Risk management ന്റെ പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റിന്റെ അണ്ടറിലുള്ള സബ് ഹെഡിങ്സ് പഠിക്കുക. Then software project scheduling technique and planning. We need to schedule our project, then plan it. അപ്പം അത് എന്തൊക്കെയാന്നുള്ള പറഞ്ഞു. റിസ്ക് എന്താന്ന് പറഞ്ഞു, potential problems that may or may not occur. Essential to assume their possibility and plan accordingly. Risk management ensures smoother project execution. Identification of software risk. പഠിച്ചു. ടെക്നിക്കൽ നോളജിന്റെ ലാക്ക്, പുവർ കമ്മ്യൂണിക്കേഷൻ, ഇൻഅഡിക്വേറ്റ് ടൂൾ യൂസേജ്, ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, കസ്റ്റമർ ഓർ കൊമേഴ്ഷ്യൽ റിസ്ക്. ടൈപ്സ് ഓഫ് റിസ്ക് ഏതൊക്കെയാ? ടെക്നിക്കൽ, ഇന്റർഫേസ്, പ്രോഗ്രാമിംഗ്, മാനേജ്മെന്റ് ഇഷ്യൂസ്, കസ്റ്റമർ ആൻഡ് എക്സ്റ്റേണൽ റിസ്ക്, കൊമേഴ്ഷ്യൽ റിസ്ക്. ഓക്കെ. നെക്സ്റ്റ്, ഹൗ ടു മോണിറ്റർ ദ റിസ്ക്. റിസ്ക് ടേബിൾ വെച്ചു. അതിനകത്ത് വീക്ക് വൈസ് നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്ത് നമ്മൾ റിസ്കിനെ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ അത് കഴിഞ്ഞിട്ട് സാമ്പിൾ റിസ്ക് മോണിറ്റർ ടേബിൾ, അത് നമ്മൾ അവിടെ കണ്ടായിരുന്നു, പ്രയോറിറ്റി അസൈൻ ചെയ്ത്. ദെൻ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിൽ റിസ്ക് അവോയ്ഡ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, റിക്കവർ. ഇതിന് സബ് ടോപ്പിക്സ് ഉണ്ട്, അത് എന്തായാലും വേണം. PPT മാത്രം വെച്ചിട്ട് എഴുതുവാണെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അവോയ്ഡ്, അതുപോലെ തന്നെ കൊക്കോമോ മോഡലിന്റെ ബേസിക്, ഇന്റർമീഡിയറ്റ്, ഡീറ്റെയിൽഡ് കൊക്കോമോ മോഡൽ ChatGPT നോക്കി വ്യക്തിയായിട്ട് പഠിക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. റിസ്ക് അവോയ്ഡൻസ്, ആന്റിസിപ്പേഷൻ, റിസ്റ്റോർസ്. ഓക്കെ. റിസ്ക് ഡിറ്റക്ഷൻ. ഓക്കെ. നെക്സ്റ്റ്, സാമ്പിൾ റിസ്ക് അനാലിസിസ് ടേബിൾ, റിസ്ക് കൺട്രോൾ. ഓക്കെ. റിസ്ക് റിക്കവറി. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞു. ഷെഡ്യൂളിംഗ് ടെക്നിക്സ്, ഫ്ലോ ഗ്രാഫ്, GAN ചാർട്ട്, PERT, സോഫ്റ്റ്വെയർ പ്രൊജക്ട് പ്ലാൻ. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചില്ലായിരുന്നു, ടെസ്റ്റിംഗ് പഠിക്കുന്നേ. ഓക്കെ. അപ്പൊ ടെസ്റ്റിംഗിന്റെ മെയിൻ കുറച്ച് സാധനം നമ്മൾ പഠിച്ചായിരുന്നു. ടെസ്റ്റിങ്ങിനകത്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞായിരുന്നു. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്പെറന്റ് ടെസ്റ്റിംഗ്. അതിന് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോരം വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഇന്റേണൽ സ്ട്രക്ചർ, അതാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ അതല്ല, എക്സ്റ്റേണൽ ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അതൊന്ന് എടുത്ത് നോക്കുക. അപ്പം ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ടെസ്റ്റിംഗ് മീൻസ് എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ബിഹേവിയർ, whether or not the program exhibits a failure, its response time or throughput for certain data sets, its mean time to failure or speed and accuracy which users complete their designate task. അപ്പൊ നമുക്ക് ടെസ്റ്റിങ്ങിന് നമുക്ക് എന്ത് വേണം? ടെസ്റ്റ് കേസ് വേണം. ടെസ്റ്റ് കേസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പൊ ടെസ്റ്റിംഗ് can also be described as part of the process of validation verification. ഇതിന്റെ ഒരു ഭാഗമാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സോ വാലിഡേഷൻ എന്താണ്? വി ബിൽഡിംഗ് ദ കറക്റ്റ് സിസ്റ്റം, പ്രോസസ്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. വെരിഫിക്കേഷൻ, വി ബിൽഡിംഗ് ദ സിസ്റ്റം കറക്റ്റ്ലി. ഓക്കെ. വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് വാലിഡേഷൻ. തിരിച്ചായിരുന്നു എഴുതേണ്ടിയിരുന്നത്, അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്, അങ്ങനെ പഠിക്കാം. ഓക്കെ. Then important set of methods that can be used to evaluate and assure that a program or system meets its non-functional requirements. Okay. So software testing ചുമ്മാ blah blah പറഞ്ഞിരിക്കുകയാണ്. Correctness of software with respect to the requirement, performance of the software, robustness, reliability, installability, ഇതൊക്കെ. Okay. Debugging is actually, it is the next stage of testing. It determines the exact nature and location, എവിടെയാണെന്നുള്ളത് സ്പോട്ട് ചെയ്യും debugging. Okay. And fixing the error. Usually debugging begins with some indication of the existence of an error. Okay.
സോ ഇതിനകത്ത് കണ്ടോ ബേസിക് ടേംസ് യൂസ്, അപ്പൊ ടെസ്റ്റിംഗ് എന്താന്നുള്ളത് മനസ്സിലായി. So what are the basic terms that are used in the testing? Failure, mean time to failure. Fault. A fault is actually an incorrect step, process, or data definition in a computer program. Faults are actually the source of failure, which is referred to as bugs. Okay. Pinnullathu error. Difference between the computed, observed, or measured value. അതാണ് എന്ത് കമ്പാരിസൺ നടത്തും, അതാണ് എറർ. ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ്ലി ടെസ്റ്റിംഗ് കംസ് ഡൗൺ ടു സെലക്ടിങ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ടെസ്റ്റ് കേസസ്. സോ വി നീഡ് ടു സെലക്ട് ആൻഡ് എക്സിക്യൂട്ട് ദ ടെസ്റ്റ് കേസസ്. ഓക്കെ. സോ ഒരു ടെസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 3 കമ്പോണൻസ് ഉണ്ട്. സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്സ്, എക്സ്പെക്ടഡ് റിസൾട്ട്സ് വെൻ ദ ഇൻപുട്സ് ആർ എക്സിക്യൂട്ടഡ്, എക്സിക്യൂഷൻ കണ്ടീഷൻ ഓർ എൻവയോൺമെന്റ് ഇൻ വിച്ച് ദ ഇൻപുട്ട് ആർ ടു ബി എക്സിക്യൂട്ടഡ്. അപ്പൊ ടെസ്റ്റ് കേസിന് വി നീഡ് എനി ഇൻപുട്ട്, എ സെറ്റ് ഓഫ് ഇൻപുട്ട്. ഓക്കെ. എന്നിട്ട് ആ ഇൻപുട്ട് കൊടുക്കുമ്പം എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും, ഇത് എവിടെയാണ്, ഏത് മൊഡ്യൂളിലാണ് ഈ ടെസ്റ്റ് കേസ്. അപ്പൊ ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് ടെസ്റ്റ് കേസ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ടെസ്റ്റ് കേസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ വി നീഡ് ടു അപ്ലൈ, വി നീഡ് ടു കമ്പയർ ഇറ്റ് വിത്ത് എക്സ്പെക്ടഡ് റിസൾട്ട്. ഓക്കെ. ആൻഡ് വെയർ വി നീഡ് ടു പുട്ട് ദീസ് ടെസ്റ്റ് കേസസ്. ഓക്കെ. ഇത് നമ്മൾ നോക്കണം. ദെൻ അപ്പൊ അതൊക്കെ നോക്കി. ദെൻ അടുത്തത് ഇനി ഇൻപുട്ട് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഡൊമെയിൻ, ദെൻ ഇൻപുട്ട് ഡൊമെയിൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു കണ്ടക്ട് ആൻ അനാലിസിസ് ഓഫ് ഇൻപുട്സ്. ഓക്കെ. ദ സെറ്റ് ഓഫ് വാല്യൂസ് making up the input domain are required. Okay. 2 sources for the input domain. The software requirement specification in the case of black box, the design and externally accessible program variables in the case of white box testing. Okay. So input domain analysis in okay, software requirement specification in the case of black box testing. So black box testing on external ആണ്. Okay. White box testing ആണെന്നുണ്ടെങ്കിൽ actually the variables that are used inside in the design phase or അല്ലെങ്കിൽ internally ഉള്ള ഡേറ്റ എലമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാത്ത്, അതിന്റെ വർക്കിംഗ്, അതാണ് എന്ത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ്. സോ ഇൻപുട്ട് ഡൊമൈൻ ടു അനലൈസ് ദ ഇൻപുട്ട്. ഓക്കെ. If it is a black box testing, software requirement specification need to be analyzed. If it is a white box testing, design and external accessible program variables need to be used. So input pass, if നമ്മളിപ്പോൾ നോക്കുമ്പോൾ in case of white box testing, input domain can be constructed from the following sources. ഇപ്പൊ നമ്മൾ നോക്കുമ്പം നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ, നമ്മളിപ്പോൾ ഒരു മൊഡ്യൂള് ഡിസൈൻ ചെയ്യുന്നു, നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വി ക്യാൻ പാസ് സം പാരാമീറ്റേഴ്സ്. നമുക്ക് 2 പാരാമീറ്റർ, ഇപ്പം ആഡ് എന്നൊരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ A, B നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുമ്പം അവിടെ നമ്മൾ X, Y എന്നിടും. ദാറ്റ് X and Y ആർ ആക്ച്വലി ലോക്കൽ വേരിയബിൾസ്. ഓക്കെ. A and B കോൾ ചെയ്തെടുത്ത് അതെന്തായിരുന്നു, ഗ്ലോബൽ വേരിയബിൾസ് ആണ്. സോ input passes, so input domain can be constructed from the following sources. Or input passed in as parameters. Variables that are inputs to function under test can be ഇത് എന്തൊക്കെയാണ്, structured data such as linked list പാസ് ചെയ്യാം, ഫയൽസ് ഓർ ട്രീസ്, അല്ലെങ്കിൽ എന്താണ് നോർമൽ ഡേറ്റ ടൈപ്സ്, ഇന്റിജർ അല്ലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ഇത് നമ്മൾ ഇൻപുട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സാധനം. ഓക്കെ. നമുക്ക് അതാകാം. ഓക്കെ. ഇനി അതല്ലെങ്കിൽ അഡ്രസ് കോൾ ബൈ റെഫറൻസ്, നമ്മൾ അഡ്രസ് പാസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇൻഡ് സ്റ്റാർ പവർ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, പോയിന്റർ വേരിയബിൾ ആണ്. പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത് അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. റെഫറൻസ് ആണ്. അപ്പൊ അത് നമുക്ക് നോക്കണം. ഓക്കെ. സോ in the case of white box testing, input domain can be constructed from the following sources. So input domain endana, inputs passed in parameters, reference or value parameters, input entered by the user via program interface, input that are read in from files,
ഇൻപുട്സ് ദാറ്റ് ആർ കോൺസ്റ്റന്റ്സ് ആൻഡ് പ്രീ കമ്പ്യൂട്ടഡ് വാല്യൂസ്. ഇതൊക്കെയാണ് എന്താ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ ഇൻപുട്ട് ഡൊമൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, so in general the inputs to a program or functions are stored in program. അപ്പൊ program variables ആണ് എന്ത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ. ഓക്കെ, ഇനി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കേസ് സെലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ടെസ്റ്റ് കേസസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സിസ്റ്റം. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഫങ്ഷണൽ സ്പെസിഫിക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലോ ഇന്റേണൽ വേരിയബിൾസ്, കോഡ്, ആക്ച്വൽ കോഡാണ് നമ്മൾ എടുക്കുന്നത്. Test cases are derived from the internal specification or actual code. White box testing. Black box testing ആണെങ്കിൽ functional specification. Okay, so black box test case selection can be done without any reference to the program design or the program code. നമുക്ക് functional specification മതി. Test case selection is only concerned with the functionality and features of the system, but not with its internal operations. So internal coordinate പറ്റി നമ്മൾ bothered അല്ല. So the real advantage of black box test case selection is that അതുകൊണ്ട് നമുക്ക് കോഡിനെ അല്ലെ ഇന്റേണൽ സ്പെസിഫിക്കേഷനുമായിട്ട് നമുക്ക് എന്തില്ല, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് ബന്ധമില്ലാത്തതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഡൺ ബിഫോർ ദ കോഡിംഗ് സ്റ്റാർട്ട്സ് ഓർ ഡിസൈനിങ് സ്റ്റാർട്ട്. Black box test case can also help to get the design and coding correct with respect to the specification. Black box testing methods are good at testing for missing functions or program behavior that deviates from the specification. It is ideal for evaluating products that you intend to use in your system. Okay. The main disadvantage of black box testing is it cannot detect additional functions or features that have been added to the code. It is important for the system that need to be safe or secure. Upon black box testing, it depends upon the functional specification only. There is no need to bother about the actual code or design. So it can be done before the coding starts. Upon coding start ചെയ്യുന്നതിന് മുന്നേ തന്നെ we can do the black box testing. So we can test for the expected specification or missing specifications. നമുക്ക് എന്ത് ചെയ്യാം, ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. But if some additional updations or additional features are added to the code, when you implement the code, if some additional features are added, black box testing cannot identify it. If you added some external features, it cannot identify it. കാര്യം എന്താണ്? It is based upon the functional specification only. It can be done before the coding start. അതേസമയം white box testing ആണെന്നുണ്ടെങ്കിൽ depends upon the code or functions under test. Testing team needs access to the internal design or code of the program. So white box testing it tests the internal detail of the code and try to check all the paths that a program can execute to determine if a problem occurs. So white box testing നമ്മൾ പറഞ്ഞു ഒരു മൊഡ്യൂളിനകത്ത് സകലമാന കണ്ടീഷനിലൂടെ ഇത് കയറിപ്പോ ഓരോ പാർട്ടും അത് ടെസ്റ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ചെക്ക് അഡീഷണൽ ഫംഗ്ഷൻസ്. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്താലും okay, it can be implemented. Okay, disadvantage എന്ന് പറഞ്ഞാൽ you must wait until the program finishes. Okay, after the design and coding of the program of the function under test have been completed in order to select test cases. അപ്പൊ test cases select ചെയ്യാനായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ഫിനിഷ് ആകണം. ഓക്കെ, ഇനി മെത്തേഡ്സ് ഫോർ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ് അപ്പൊ ഈ പറഞ്ഞ പോർഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്താണ്, ടെസ്റ്റ് കേസ് എന്താണ്, ടെസ്റ്റ് കേസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ വൈറ്റ് ബോക്സ് കേസ് ഓർ ഇഫ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് ബോക്സ് കേസ്, ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് വൈറ്റ് ബോക്സ് ആൻഡ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ഇതെല്ലാം ഓർത്തിരിക്കുക. ഇനി വരുന്നതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, മെത്തേഡ്സ് ഫോർ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജീസ്, ബൗണ്ടറി വാല്യൂ അനാലിസിസ് ആൻഡ് ഇക്വലൻസ് പാർട്ടീഷനിങ്. അപ്പോ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഇത് പഠിക്കണം. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ്